ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ഷുഗർ കെയിൻ ഫാം ഇരിക്കുന്നുണ്ട്. ഇത് വളരെ നല്ല സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒന്നുപോലും കിട്ടിയിട്ടില്ല ഷുഗർ കെയിൻ ഇതുവരെ. വില്ലേജേഴ്സും ആദ്യത്തെക്കാട്ടിലും കുറച്ചും കൂടി നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഫാമിൽ നിന്ന് ഒരു സ്റ്റാക്കും 16 പൊട്ടറ്റോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പണി എന്താ പറഞ്ഞുതരാം. ഇന്ന് ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതെ, അയൺ ഫാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കും. അയൺ കൊടുത്ത് ട്രേഡ് ചെയ്ത് എമറാൾഡ് വാങ്ങാം. ഈ ഒരു സ്ഥലത്തായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇവിടെ നിന്ന് വേഗം ക്ലിയർ ചെയ്ത് മാറ്റട്ടെ. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇവിടെ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്ന് കളക്ട് ചെയ്താൽ മതി. ഞാനൊന്ന് എൻ്റെ ഇൻവെന്ററി ഒന്ന് ആദ്യം ക്ലിയർ ആക്കി വെക്കട്ടെ. ഓക്കെ, ഇൻവെന്ററി ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം. കുറച്ച് ഡീപ് സ്ലേറ്റ് വേണം. ഞാൻ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് എടുക്കുന്ന ഡീപ് സ്ലേറ്റ്. അപ്പോൾ ഒന്ന് പോയിട്ട് കുറച്ച് ഡീപ് സ്ലേറ്റ് എടുത്തിട്ട് വരാം. കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഞാനിപ്പോൾ അടുത്തുള്ള ഒരു പുഴേൻ്റെ അടി വന്നിട്ട് സാൻഡ് എടുക്കുകയാണ്. കാരണം ഗ്ലാസ് ഉണ്ടാക്കാൻ സാൻഡിൻ്റെ ആവശ്യമുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഓർത്തെ കുറച്ച് സാൻഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വേഗം ബേസിലോട്ട് പോകണം. ഓക്കെ, ഫൈനലി ബേസ് എത്തി. ഇവന് ഞാനൊരു പേര് വെച്ചായിരുന്നു. നിങ്ങൾ എല്ലാവരും പേരിട്ടു. എല്ലാവരുടെ പേരും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ് ചോപ്പർ. അപ്പോൾ നമുക്ക് ഇവനെ ഇനി തൊട്ട് ചോപ്പർ വിളിക്കാം. അതൊന്നുമില്ല, അത് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറയാൻ നോക്കിയതാണ്. അപ്പോൾ ശ്വാസം മുട്ടിയപ്പോൾ അങ്ങനെ പറഞ്ഞു വരാം. ഓക്കെ ചോപ്പർ, നീ ഇവിടെ ഇരി. ഞാൻ പോയിട്ട് ഇനി ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇതേതാ ഈ അനാഥൻ ഇവിടെ നിൽക്കുന്നത്? ഇവനോട് നിന്ന് ചാടി വന്ന് ഡാ നീ എവിടെ നിന്നുള്ള ചാടി വന്നേ? ആഹാ, വേറെ എവിടെ നിന്നും അല്ല, നമ്മുടെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാമിൽ തന്നെയാണ്. എനിക്ക് അടുത്ത പണിയും കിട്ടി. ഇതിൽ നിന്നാണ് അവൻ ചാടി വന്നത്. ഇനി ആ പൊട്ടനെടുത്ത് തിരിച്ച് കുഴിയിലോട്ട് ആക്കണം. ബബിളുള്ളതുകൊണ്ട് ആ പണിയൊക്കെ ഈസിയാണ്. പക്ഷേ ഈ ബബിളിൻ്റെ മേത്ത് കയറാനാണ് പാട്. നിക്കടാ ബബിളെ, ഞാൻ അറിയാണ്ട് ഈ മണ്ടനെ ഡ്രോപ്പ് ചെയ്ത് ഇവന്റെ കൂടെ പോയി ഇവന്മാരിതാ ബ്രീഡാവുന്നു. നിർത്തടാ ബ്രീഡിങ്. നിനക്ക് ഇനി കുട്ടി ഉണ്ടാവില്ല, നീ ബ്രീഡും ചെയ്യൂലടാ. അരിഞ്ഞു കളയാ, നിർത്തിക്കോ. ഓക്കെ, ഈ മണ്ടനെ ഇതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അയൺ ഫാം ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെസ്സിലോട്ട് വെക്കുന്നുണ്ട്. ബാക്കി കൊണ്ട് എടുക്കണം. ഞാൻ വേഗം പോയി വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരാം. ഈ ഒരു റെഡ് സ്റ്റോൺ റിപ്പീറ്ററിന്റെ ആവശ്യമുണ്ട്. എന്തിനാണ് റെഡ് സ്റ്റോൺ അധികം ഇല്ല, മിക്കവാറും കേവി പോകേണ്ടി വരും. ഞാൻ സാധനങ്ങൾ കളക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കിയത് അവൻ വീണ്ടും ചാടി. അവൻ ചാടി എങ്ങനെയാണെന്ന് നിന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവന്മാർ ചാടി ഇറങ്ങാൻ പോകാണ്ടിരിക്കാൻ വേണ്ടി മുകളിൽ സ്ലാബ് വെക്കണമെന്ന് ട്യൂട്ടോറിയൽ പറഞ്ഞായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അവനിപ്പോൾ എങ്ങോട്ട് ഓടിപ്പോയി, അല്ലെങ്കിൽ അവനെ സോംബേറ്റം കൊന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളെ പിടിച്ചിടണം. ഭയങ്കര പണി തന്നെ. പൊട്ടറ്റോ കുറച്ചിങ്ങനെ കൂടിയായിരുന്നോ? കൂടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ 16 ഒരു സ്റ്റാക്ക്. മിക്കവാറും ബ്രീഡറിന് അടുത്തവനെടുത്തുകൊണ്ടെന്ന് പറയണം. എന്ത് ചെയ്യാനാ, ഓരോ പണികൾ. പൊട്ടറ്റോ ഫാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ചെസ്റ്റിലാക്കിയിട്ടുണ്ട്. ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ ഇനി ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറയാൻ നോക്കൂല. നിങ്ങളോട് സ്ക്രീൻഷോട്ട് എടുത്തോളാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങളുടെ വേൾഡിൽ. ആദ്യം നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കുന്നത് അങ്ങോട്ട് വരിക. എന്നിട്ട് ടെമ്പററി ബ്ലോക്ക് എടുത്ത് 5 ബ്ലോക്ക് മുകളിലോട്ട് വെക്കുക. ബിൽഡ് ബ്ലോക്ക്, പിസ്റ്റൺ, ഒരു ടെമ്പററി ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. 3 ബിൽഡിംഗ് ബ്ലോക്ക് ആ ടെമ്പററി ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെക്കുക. ഒരു ബിൽഡ് ബ്ലോക്ക് ഇവിടെ വെക്കണം. എന്നിട്ട് 2 ബിൽഡിംഗ് ബ്ലോക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചു കൊടുക്കാവുന്നേ. ഇനി റിപ്പീറ്റർ എടുത്ത് വെക്കുക. എന്നിട്ട് 4 ടിക്കായി കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും ഈ 2 സ്ഥലത്തും. ഓക്കെ, എന്നിട്ട് റെഡ് സ്റ്റോൺ ഇത് ഇവിടെയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ റിപ്പീറ്ററിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. അതേപോലെ ഈ റെഡ് സ്റ്റോണിൻ്റെ ഇവിടെ മുകളിലല്ല സൈഡിലോട്ട് തന്നെ വെക്കണം. ദേ ഇങ്ങനെ. എന്നിട്ട് ഈ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ റിപ്പീറ്ററിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എൻ്റെ നിന്ന് ക്ലോസും കൂടി ചെയ്തേക്കുക. 3 ബെഡ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് കമ്പോസ്റ്റർ എടുത്തിട്ട് കുനിഞ്ഞിരുന്നിട്ട് നേരെ നമ്മുടെ ബെഡിൻ്റെ അവിടെ ആവശ്യത്തായിട്ട് വെച്ച് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് ട്രാപ്പ് ഡോർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതാ 3 ഇങ്ങനെ മുകളിലോട്ട് വെക്കണം. 2 മുകളിലോട്ട് വെക്കുക. എന്നിട്ട് ഇത് മൊത്തം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. ഇനി ടെമ്പററി ബ്ലോക്ക് എടുത്ത് പൊട്ടിച്ചളയുക. ഇനി ഗ്ലാസ് വെച്ച് ഇതിന് ചുറ്റൊന്ന് കവർ ചെയ്യണം. ഇനി ട്രാപ്പ് ഡോർ എടുത്തിട്ട് 3 എന്താ ഇങ്ങനെ വെച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 3 വില്ലേജേഴ്സിനെ കൊണ്ടുവന്നിടണം. എന്തോരം വില്ലേജേഴ്സ് അകത്ത് കിടക്കുന്നത് കണ്ടില്ലേ? മിക്കവാറും ഇപ്പം എല്ലാം കൂടി ഇറങ്ങി ഓടും. ഒരുത്തിന് അതോ വരുന്നതോ നിൽക്കള അയ്യോ കുറേ പേര് മാറണം. ഓക്കെ, മൂടി ഇനിയിപ്പോൾ ഒരുത്തിനും പോകില്ല. ഇനിയിപ്പോൾ എല്ലാത്തിനും പിടിച്ച് ബോട്ടിൽ കയറട്ടെ. ഇനി നമ്മുടെ ബബിളിന് ഉപയോഗിച്ച് ഇവന്മാരും നമ്മുടെ അയൺ ഫാമിലോട്ട് എയർ ഡ്രോപ്പ് ചെയ്താൽ മതി. ഷിയർ എടുക്കാൻ മറന്നുപോയി. ഷിയർ പൊട്ടിപ്പോയിട്ട് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയില്ല. ഓക്കെ, ഫസ്റ്റ് എയർ ഡ്രോപ്പ് സക്സസ് ആണ്. ഇനിയിപ്പോൾ ഇവനൊന്ന് പൊട്ടിച്ചവിടെ ഇരുത്താം. ഓക്കെ, അത് സക്സസ് ആണ്. ഇനിയിപ്പോൾ 2 പേരെയും കൂടി കൊണ്ടുവന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആ 2 പേരെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ബാക്കി ബിൽഡ് ചെയ്യാം. ഇവിടെ ഒരു ചെസ്റ്റ് വെക്കുക. പിന്നെ ഹോപ്പർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യുക. ബാക്കി ഹോപ്പറിന് അതിലോട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അവിടെയുള്ള ഹോൾ ഒഴിച്ച് ബാക്കി മൊത്തം എന്താ മൂടി കൊടുക്കണം. മുകളിൽ ഒരു പ്രശ്നമുണ്ട്, ഈ സോമ്പ് നിൽക്കേണ്ട ഹോൾ പിസ്റ്റൻ്റെ താഴെയായിരുന്നു വരേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചില്ല, മിക്കവാറും പൊട്ടിച്ച് പണിയണം. പക്ഷേ ഇത് മൊത്തം പൊട്ടിച്ചിടേണ്ട, താഴത്തെ റെഡ് സ്റ്റോൺ സിസ്റ്റം മാത്രം പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഒന്നും കൂടി വെക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് പേടിക്കൊന്നും വേണ്ട, ഇത് സിമ്പിളാണ്. നമ്മൾ 5 ബ്ലോക്ക് വെച്ചില്ല ആദ്യം, അത് അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഹോളുള്ള സ്ഥലത്ത് നിന്ന് 5 ബ്ലോക്ക് മുകളിലോട്ട് പോവാ. ഞാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് തൊട്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ബാക്കോട്ട് റീവൈൻഡ് അടിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ റെഡ് സ്റ്റോൺ സിസ്റ്റം ചെയ്തതെന്ന് നോക്കിയാൽ മതി. എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിസ്റ്റം വെച്ചിട്ട് റൈറ്റ് സൈഡിലോട്ടായിരുന്നു പോകേണ്ടത്, ഞാൻ റൈറ്റ് സൈഡിലോട്ടല്ല പോയത്. ഓക്കെ, ഇത് റൈറ്റ് സൈഡിൽ ഞാൻ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ബാക്കി അതേപോലെ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു കുഴിയിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് സോംബിനിടണം. അതാണ് ഇനിയിപ്പോൾ വേറെ ടാസ്ക്. ഞാനൊരു ഹെൽമെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതാകുമ്പോൾ എനിക്ക് ആ സോംബിൻ്റെ മേത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവനെ എനിക്ക് രാവിലെ കയറ്റിയാലും മതി, കാരണം ഹെൽമെറ്റ് ഇടുമ്പോൾ അവന് തീ പിടിക്കൂലല്ലോ. ഓക്കെ, ഇത് ഇവിടെ ഒരു ചങ്ങായി കയറിയിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു സോംബീനെ അവൻ പിടിച്ച് സോംബി വില്ലേജറാക്കി, അത് കുഴപ്പമില്ല. ഓക്കെ, അത് അവൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആക്കട്ടെ, വേഗം നോക്കി കിടന്നുറങ്ങട്ടെ. ഇനി ബബിളിൻ്റെ സഹായത്തോടെ നമുക്ക് ഇവനെടുത്ത് മുകളിലോട്ട് കൊണ്ടുവരണം, അതായത് എയർ ഡ്രോപ്പിംഗ്. ഓക്കെ, സെറ്റ് അവനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ കൊണ്ടുവരും മണ്ടയിലോട്ട് എയർ ഡ്രോപ്പ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല, ആ കയറൂരിപ്പോയി, അത് അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് കൊണ്ടുപോട്ടെ. ഓക്കെ, ഇത്തവണ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവനെ കൊണ്ട് പോവുകയാണ് അങ്ങോട്ടേക്ക്. ഓക്കെ, ഞാൻ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ താഴെ എത്തിയെന്ന് തോന്നുന്നു. യെസ്, അവൻ താഴെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവനൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിടാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ ഹെൽമെറ്റ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവൻ. ഞാൻ ബെഡ് റോക്ക് ബാലനല്ല, അതെ ഞാൻ ബെഡ് റോക്ക് ബാലനല്ല, ഞാൻ ഇപ്പോൾ ബെഡ് റോക്ക് ഡ്രീം ആയിട്ടുണ്ട്. ബെഡ് റോക്ക് ഡ്രീം, അതായത് ക്ലച്ച് എടുത്ത് ബെഡ് റോക്ക് ഡ്രീം. ഒരു സോംബി കത്തുന്ന വെച്ചിലേക്കുന്നത്, അത് നമ്മുടെ സോംബി, ഞാൻ പിടിച്ച സോംബി കത്തിയിട്ടുണ്ട്. അവനിപ്പോൾ ചാവും. ഞാൻ ഇവിടെ നിന്ന് ഹൊറേ എന്ന് പറയാം, കാരണം എന്തായാലും അവൻ ചാവും, എനിക്ക് രക്ഷിക്കാൻ പറ്റൂല. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോ സോംബിയിലൊക്കെ ഇട്ട് കൊടുത്താൽ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നൈറ്റ് വരെ കാത്തിരിക്കണം, വീണ്ടും പണിയെടുക്കണം. കൺഫേമായി, എൻ്റെ മെത്ത് ഇപ്പോൾ ഡ്രീമിൻ്റെ ആത്മാവുണ്ട്. അതെ, ഡ്രീമിൻ്റെ ആത്മാവ്. ഇപ്പോൾ ഞാൻ ബെഡ് റോക്ക് ബാലനല്ല, ബെഡ് റോക്ക് ഡ്രീമാണ്. കുറേ ക്ലച്ചസ് നിങ്ങൾ ഇനി കാണാനുണ്ട്. ഇത് കുറേ സമയം എടുക്കും. ഞാൻ എന്തെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ട് നിങ്ങളെ അറിയിക്കുക, അപ്ഡേറ്റ് ചെയ്യാം. കിട്ടിപ്പോയി. യെസ്, അവനങ്ങനെ ട്രാപ്പാക്കി, അങ്ങനെയൊക്കെയോ ട്രാപ്പാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൂടിക്കൊടുക്കുക. ഈ ട്രാപ്പ് ഡോർ പൊട്ടിക്കണം. ഞാൻ അത് അവന്മാർ കയറ്റാൻ വേണ്ടി ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ മൂടിക്കൊടുക്കണം. ഒരു അയൻകോളം എന്താണ്ട് ഇപ്പോഴും സ്പോണേ മണ്ടലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഹുറേ. ഇനി ഞാനൊന്ന് ടെമ്പററി ബ്ലോക്കൊക്കെ ഒന്ന് കളയട്ടെ. സോംബിനെ വലിച്ചു വരുത്താൻ വേണ്ടി ഞാൻ വെച്ചാണ്. മറ്റേ ബബിളിനെ വെച്ചിട്ട് എടുത്ത് ഇച്ചിരി പാടായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് പല്ല് വെച്ചിട്ട് എന്തോ നാക്ക് കുഴയുന്നുണ്ട്. ഇതെൻ്റെ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ വാൾ വെച്ച് കൊടുക്കുക. ഇതൊന്നും എനിക്ക് വെക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വെച്ച് വെക്കേണ്ടി വരും. ഓക്കെ, അവിടെ വാൾ വെക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതൊന്ന് മൊത്തം ചുറ്റിനും ഈ വാൾ വെച്ച് കൊടുക്കുക. ഇനി ബാക്കി വന്ന 2 വാൾ എടുത്തത് ഈ നടുക്കത്തെ ഹോപ്പറിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്തോ, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലാവ് ഒഴിക്കണം. ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഒഴിക്കരുത്, ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്തോട്ട് ലാവ് ഇടും. ഇനി 2 അറ്റത്തും വെള്ളം വെച്ച് കൊടുക്കണം. അതായത് ഇവിടെയും വെച്ച് അവിടെയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അയൺകോളത്തിന് നേരെ ഈ ലാവേൻ്റെ അടുത്തോട്ട് നടുക്കോട്ട് കൊണ്ടുവന്ന് ആക്കിക്കോളും. പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവനൊന്ന് കൊല്ലട്ടെ. ഇവിടെ മൊത്തം ടോർച്ചൊക്കെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ വെച്ചിട്ട് എന്താ സ്പോൺ പ്രൂഫ് ചെയ്യണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ സ്പോൺ പ്രൂഫ് ചെയ്യുന്നുണ്ട്. എൻ്റെ പിന്നെ അടുത്തടുത്ത് കേവലുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ അയണൊക്കെ വരുന്ന ആ ചെസ്റ്റിലോട്ട് നിങ്ങൾ കയറാനായിട്ട് ബ്ലോക്ക് വെച്ച് ലാഡർ വെക്കണേ. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, എൻ്റെ സമയം ഇപ്പോൾ അവിടെ പോയി.
എനിക്കിനി സ്പോൺ പ്രൂഫ് ചെയ്യാനുണ്ട്. ഇപ്പം അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ എന്തായാലും പോട്ടെ. 6 മണിക്കെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും പോട്ടെ. ശരി എന്നാൽ ടാറ്റ ബൈ ബൈ.